സംഗീതം അനുവദനീയമാണ് അല്ലെങ്കിൽ പാട്ട് അനുവദനീയമാണ് എന്ന് വാദിക്കുന്നവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ഈ ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് അവർ ചോദിക്കുന്നത്? സംഗീതം നിഷിദ്ധമാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഈണത്തിൽ പാരായണം ചെയ്യാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഖുർആൻ അങ്ങനെ ഈണത്തിൽ പാരായണം ചെയ്യുമ്പോൾ അതിലൊരു സംഗീതമുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കവിത ചൊല്ലിയിരുന്നു, കവിത കേട്ടിരുന്നു. സ്വഹാബികൾ കവിത ചൊല്ലാറുണ്ട്, അവർ കവിത കേൾക്കാറുണ്ട്. സ്വാഭാവികമായും കവിത ആലപിക്കുമ്പോൾ അതിലൊരു ഈണമുണ്ട്, അതിലൊരു സംഗീതമുണ്ട്. അപ്പോൾ നബിയും സ്വഹാബികളും ഒക്കെ ചെയ്ത ഒരു കാര്യം, ഖുർആൻ ഈണത്തിൽ പാരായണം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിലക്കുള്ള നിർദ്ദേശങ്ങളുള്ള ഒരു വിഷയം അത് ഹറാമാണ്, അത് നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ അതിന് യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണ് എന്ന് അവർ വിചാരിക്കുന്നു, അവർ പ്രചരിപ്പിക്കുന്നു. അത് കേൾക്കുമ്പോൾ സാധാരണക്കാരായ ആളുകളും വിചാരിക്കുന്നത് ശരിയാണല്ലോ, ഇതിലൊക്കെ സംഗീതമുണ്ടല്ലോ, എങ്കിൽ പിന്നെ നമുക്കെന്തുകൊണ്ട് പാട്ടായിക്കൂടാ, എന്തുകൊണ്ട് വാദ്യോപകരണങ്ങളായിക്കൂടാ, അതൊക്കെ സംഗീതത്തിൻ്റെ ഭാഗമല്ലേ എന്ന് ആളുകൾ ധരിക്കുകയാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ സംഗീതം അതല്ലെങ്കിൽ പാട്ട് നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ടതില്ല. സ്വഹാബത്ത് മുതൽക്ക് ഇന്നുവരെയുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നടത്തിയ ചർച്ചകൾ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാകുന്ന കാര്യമാണ്. അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന്, വാദ്യോപകരണങ്ങളുടെ സഹായത്തോടുകൂടി പിൻബലത്തോടുകൂടി പാട്ടുകൾ പാടാൻ പാടില്ല. രണ്ട്, ഷിർക്കോ കുഫറോ മറ്റു മുഹറമാത്തുകൾ ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഇതും ഉണ്ടാകുവാൻ പാടില്ല. ഇത് രണ്ടിൽ നിന്നും മുക്തമാണെങ്കിൽ നിശ്ചയമായും ഈണത്തിലുള്ള കവിതകളോ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഈണത്തിൽ പാരായണം ചെയ്യുന്നതിനോ യാതൊരു വിരോധവുമില്ല എന്നുള്ള കാര്യത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്ക് ഏക അഭിപ്രായമാണുള്ളത്. അതുകൊണ്ട് തന്നെ പാട്ട് നിഷിദ്ധമാണ് അല്ലെങ്കിൽ ഗിനാ നിഷിദ്ധമാണ്, അതേപോലെ തന്നെ സംഗീതം നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാദ്യോപകരണങ്ങളോടുകൂടി പാട്ടുപാടാൻ പാടില്ല, ഹറാമായ കണ്ടൻറ്റുകളും ഉൾക്കൊള്ളാൻ പാടില്ല എന്ന കാര്യമാണ്. എന്നാൽ സംഗീതം അനുവദനീയമാണ്, വാദ്യോപകരണങ്ങൾ അനുവദനീയമാണ്, തബലയും ഹാർമോണിയവും അതേപോലെ തന്നെ ഗിറ്റാറും അനുവദനീയമാണ് എന്ന് പറയുന്നവരാകട്ടെ അവർ തെളിവായി പറയുന്നത് ഖുർആൻ ഈണത്തിലോതുന്നതാണ്. അതും വാദ്യോപകരണങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും കവിത ചൊല്ലിയതും പാടിയതും അത് കേട്ടതും അതിൽ വാദ്യോപകരണങ്ങളുമായി അതിന് എന്ത് ബന്ധമാണുള്ളത്? അതിൽ ഹറാമുകളോ മുഹറമാത്തുകളോ ഒന്നും ഇല്ലതാനും. അപ്പോൾ പിന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു വ്യക്തത വന്നു കഴിഞ്ഞാൽ തന്നെ പരസ്പരം തർക്കം അവസാനിപ്പിക്കാവുന്നതാകുന്നു. ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സംഗീതം പാട്ട് എന്നൊക്കെ പറയുമ്പോൾ വ്യാവഹാരിക തലത്തിൽ വ്യാപകമായി അത് എന്ത് ഉദ്ദേശത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നതനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ പാട്ടിൻ്റെ സൂക്ഷ്മാർത്ഥം പരിശോധിക്കുക അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ സൂക്ഷ്മാർത്ഥം പരിശോധിക്കുക അത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നില്ല. ഉദാഹരണത്തിന്, എന്താണ് മ്യൂസിക് അതല്ലെങ്കിൽ എന്താണ് സംഗീതം? പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് അൽ മൗസൂഅത്തുൽ ഫിഖ്ഹിയ്യ, അൽ കുവൈത്തിയ്യ, ഫിഖ്ഹി മസ്അലകളെ ഏതൊരു വിഷയത്തിൻ്റെയും ഭാഷയിലുള്ള അർത്ഥവും വ്യാവഹാരിക തലത്തിലെ അർത്ഥവും എല്ലാം ചർച്ച ചെയ്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ഹുക്കുമുകൾ വിശദീകരിക്കുന്ന വലിയ ഒരു ഗ്രന്ഥശേഖരമാണത്. അതിൽ മ്യൂസിക്കിനെ കുറിച്ച് പറയുന്നത്, വഅമ്മ ഇൽമുൽ മ്യൂസിഖ فهو علم رياضي يعرف منه أحوال النغم والإيقاعات وكيفية تأليف اللحون وإيجاد الآلات. സാധാരണ നിലയ്ക്ക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത് സ്വരം, താളം, ലയം, ഭാവം, ഈണം ഇതിനൊക്കെ അനുയോജ്യമായ രൂപത്തിൽ ഒരു വാദ്യോപകരണം എങ്ങനെ ഉപയോഗപ്പെടുത്താം തുടങ്ങിയ വിജ്ഞാന ശാഖക്കാണ് യഥാർത്ഥത്തിൽ മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ സംഗീതം എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് അതല്ലെങ്കിൽ ഒരു കവിത അത് താളത്തിലും അതിൻ്റേതായ ലയത്തിലും അതിൻ്റേതായ ചില പ്രത്യേകമായ ഭാവങ്ങളിലും ഈണങ്ങളിലും ചൊല്ലിയാൽ അതിനാണ് സംഗീതം എന്ന് പറയുന്നത്. എന്നാൽ വാദ്യോപകരണം മആസിഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാടില്ല എന്ന് പറഞ്ഞ മആസിഫ് അതെന്താണ്? അത് കേവലം പാട്ടല്ല, മറിച്ച്
അൽ മആസിഫു ഫിൽ ലുഗത്തി അൽ മലാഹി, വാദ്യോപകരണങ്ങൾക്കാണ് മആസിഫ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏകവചനം എന്നുള്ളത് മിഅ്സഫത്താണ്. വൽ മിഅ്സഫു ആലത്തു ത്വറബി കൽ ഊദി വത്തൻബൂർ, തുൻബൂർ പോലെയുള്ള അഥവാ തമ്പുരു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അതേപോലെ തന്നെ ഗിറ്റാർ പോലെയുള്ള പഴയ കാലത്ത് ഉപയോഗിച്ച അതിൻ്റെ ഏറ്റവും പുരാതനമായ രൂപവും ഇനി അത് ആധുനികമായി ഏതെല്ലാം രൂപത്തിലെത്തിയിട്ടുണ്ടോ എന്ത് തന്നെയാകട്ടെ, വാദ്യോപകരണങ്ങൾക്കാണ് മആസിഫ് എന്ന് പറയുന്നത്. ഈ ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയത് വാദ്യോപകരണങ്ങളാണ്. പിന്നെ ഹറാമായ പാട്ടുകൾ അത് നിഷിദ്ധമാണ് എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ആ വിഷയത്തിൽ ഒരു തർക്കം ഇല്ല തന്നെ. അപ്പോൾ സംഗീതം എന്നതിനെ അതിനെ മാത്രമായി നമ്മളെടുത്ത് ചർച്ച ചെയ്താൽ അത് ഈണമാണ്. ആ അർത്ഥത്തിലുള്ള ഈണമോ സംഗീതമോ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ ഈണത്തിൽ ഓതാൻ വേണ്ടി പറഞ്ഞത്. അവിടെ ഉപയോഗിക്കപ്പെട്ട വാക്കെന്താണ്? ലൈസ മിന്നാ മല്ലം യതഗന്ന ബിൽ ഖുർആൻ, ഖുർആൻ ഈണത്തിൽ ഓതാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. അതിനാണ് ഗിനാ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതേ ഗ്രന്ഥത്തിൽ നമുക്ക് വീണ്ടും കാണാം അൽ ഗിനാ, ഗിനാ എന്ന് പറഞ്ഞാൽ അസ്സൗതു, അത് സൗത്താണ്, ശബ്ദമാണ്. വഹുവ തത്രീബു വത്തറന്നുമു ബിൽ കലാമിൽ മൗസൂനി വഗൈരിഹി, ചിട്ടയോടുകൂടിയുള്ള ഒരു കവിതയിലോ അങ്ങനെ എഴുതപ്പെട്ട ഒരു വാക്കുകളിലോ അതിനെ ഈണത്തിൽ ആലാപനം ചെയ്യുന്നതിനാണ് പാട്ട് എന്ന് പറയുന്നത്. അത് യകൂനു മസ്ഹൂബൻ ബിൽ മൂസീഖ ഐ ആലാത്തി ത്വറബി വഗൈറ മസ്ഹൂബിൻ ബിഹ. ചിലപ്പോൾ അത് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് പാടിയേക്കാം, ഇനി ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലാതെയും പാടിയേക്കാം. അപ്പോൾ ഈണത്തിൽ ഒരു പദ്യം ചൊല്ലുന്നതിനോ അതിനൊക്കെയാണ് ഗിനാ എന്ന് പറയുന്നത്. അതാണ് പാട്ട്. അപ്പോൾ പാട്ട് നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ ഈണത്തിൽ കവിത ചൊല്ലാൻ പാടില്ല എന്നാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, പാട്ട് പാടില്ല എന്ന് പറയുമ്പോൾ വ്യാവഹാരിക തലത്തിൽ പാട്ട് എന്നതുകൊണ്ട് സാധാരണ അല്ലെങ്കിൽ മ്യൂസിക് എന്നതുകൊണ്ട് സാധാരണ അത് ഉപയോഗിക്കപ്പെടുന്നത് ഈ പറയപ്പെട്ടിട്ടുള്ള വാദ്യോപകരണങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പാട്ടാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ ഈണത്തിൽ ഓതാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന ഹദീസ് ഉണ്ടായിരിക്കെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ പാരായണത്തിൽ വളരെ നൈപുണ്യമുള്ള വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതുപോലെ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിറാഅത്ത് കേട്ടാൽ മതി എന്നാണ്. അത്രയ്ക്ക് ഈണത്തിലാണ് അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്നത്. പക്ഷേ അതേ വ്യക്തി തന്നെയാണ് സൂറത്തുൽ ലുഖ്മാനിലെ വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് വല്ലാഹി, അല്ലാഹുവാണ്, അത് ഗിനാഇനെ കുറിച്ചാണ്. അവിടെ ഗിനാ എന്ന് പറഞ്ഞാൽ ഈണമെന്നാണ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഈണത്തെക്കുറിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് ഈണത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അവിടെ ഉദ്ദേശിക്കപ്പെട്ടത് പൊതുവെ അവിടെ അൽ ഗിനാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് വാദ്യോപകരണങ്ങളുടെ പിൻബലത്തോടുകൂടി അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പാട്ടുകളാണ്, സംഗീതമാണ്. അതിനെക്കുറിച്ചാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കപ്പെട്ടത്, ഗിനാഇനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറഞ്ഞത്, ഫാസിഖീങ്ങളായ ആളുകളാണ് ഞങ്ങളുടെ നാട്ടിൽ അത് ചെയ്യുന്നത്, അഥവാ മദീനയിൽ അത് ചെയ്യുന്നത് തോന്നിവാസികളാണ് എന്നാണ്. അവിടെ അൽ ഗിനാ എന്നുള്ളതിൻ്റെ ഭാഷാപരമായ അർത്ഥം നോക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ ആ തോന്നിവാസികളിൽ നബിയും സഹാബികളും എല്ലാവരും ഉൾപ്പെടൂലേ? അവർ ഖുർആൻ ഈണത്തിൽ പാരായണം ചെയ്തിട്ടുണ്ട്, അവർ കവിതകൾ ഈണത്തിൽ ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ അതാണോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ദേശിച്ചത്? അല്ല, മറിച്ച് പൊതുവെ അൽ ഗിനാ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഈ രൂപത്തിലുള്ള ഇസ്ലാം നിഷിദ്ധമാക്കിയ രൂപത്തിലുള്ള പാട്ടുകളും കച്ചേരികളും വാദ്യോപകരണങ്ങളുടെ പിൻബലത്തോടു കൂടിയുള്ള കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള ഒരു സംഗീതത്തെ, അത്തരത്തിലുള്ള ഒരു പാട്ടിനെ, അതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി ഖുർആനിൻ്റെ ഈണമോ കവിതകളുടെ ഈണമോ നമ്മൾ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. അത് തെറ്റാണ്. ഇല്ല എങ്കിൽ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൽ സംഗീതമില്ലേ എന്ന് പറയുന്ന ആളുകൾ എന്തുകൂടി സമ്മതിക്കണം? തബലയും ഹാർമോണിയവും ഗിറ്റാറുമൊക്കെ വെച്ചുകൊണ്ട് വാദ്യോപകരണങ്ങളുടെ പിൻബലത്തോടു കൂടി ഖുർആൻ ഓതാൻ പറ്റുമോ? പാടില്ല എന്ന് നമുക്കൊക്കെ അറിയാം. പാട്ട് പാടുന്ന രൂപത്തിൽ ഖുർആൻ ഓതാൻ പാടുണ്ടോ? ഐക്യകണ്ഠേന ഞാൻ വിചാരിക്കുന്നു ഈ തർക്കത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളും ഐക്യകണ്ഠേന പറയും പാട്ട് പാടുന്ന രൂപത്തിൽ ഖുർആൻ ഓതാൻ പാടില്ല. എങ്കിൽ പിന്നെ ഖുർആനിലെ സംഗീതത്തിൻ്റെ തെളിവ് എങ്ങനെയാണ് നമ്മൾ സ്റ്റേജിൽ ഹാർമോണിയവും തബലയും ഗിറ്റാറുമെല്ലാം വെച്ചുകൊണ്ട് പാടുന്ന പാട്ടിന് തെളിവ് പറയുന്നിടത്ത് എവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഖുർആനിന് തെളിവാക്കാൻ പറ്റുക? ഖുർആനിൻ്റെ മനോഹരമായ ഒരു പാരായണം അത് നിർവഹിച്ചാൽ ഞാൻ പാട്ടുപാടി എന്ന് പറയാൻ പറ്റുമോ? അത് കേട്ടാൽ പാട്ട് കേട്ടു എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പള്ളിയിലേക്ക് സംഗീതം ആസ്വദിക്കാൻ പോവുകയാണ് എന്ന് പറയാൻ നമുക്ക് പാടുണ്ടോ?
അപ്പോൾ അതൊന്നും പാടില്ല എങ്കിൽ പിന്നെ നാം എന്തടിസ്ഥാനത്തിലാണ് പരിശുദ്ധ ഖുർആൻ ഈണത്തിൽ പാരായണം ചെയ്യുന്നതിനെ, കവിതകളെല്ലാം ഈണത്തിൽ ചൊല്ലുന്നതിനെ, ഗിറ്റാറും തബലയും ഹാർമോണിയും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഇന്ന് കാണപ്പെടുന്ന രൂപത്തിലുള്ള പാട്ടിന് അത് തെളിവാക്കുന്നത് അത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്, അതൊരിക്കലും ശരിയായ കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ സംഗീതമുണ്ടെങ്കിൽ, അത് മ്യൂസിക്കാണെങ്കിൽ, പാട്ടുപാടുന്ന രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പിന്നെ എന്താണ് വിരോധം? എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ ഈണത്തിൽ പാരായണം ചെയ്യണം, അവിടെ ഗിനാ വേണം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് ഇഷ്ടമാണ് തുടങ്ങിയ ഹദീസുകളൊക്കെ ധാരാളമുണ്ട്. ഞാനത് ഉദ്ധരിക്കുന്നില്ല. ആ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സാദുൽ മആദ് എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. അദ്ദേഹം പറയാണ്, ഈ ഈണത്തിൽ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് രണ്ട് രൂപത്തിലുണ്ട്. അതിലൊന്ന് മഖ്തളത്ഹു തബീഅതു വസമഹത് ബിഹി മിൻ ഗൈരി തകല്ലുഫിൻ വലാ തംരീനിൻ വലാ തഅലീമിൻ ഫദാലിക ജായിസുൻ ഫഹാദാ ഹുവല്ലദീ കാന അസ്സലഫു യഫ്അലൂനഹു വയസ്തമിഊനഹു. യാതൊരു നിലക്കുമുള്ള കൃത്രിമത്വമില്ലാതെ ഒരാളുടെ പ്രകൃതത്തിൽ നിന്ന് വരുന്ന ഈണം, അത് അയാളുടെ നേച്ചറിൽ നിന്ന് വരുന്നതാണ്. അയാൾ പ്രത്യേകമായി പഠിച്ചിട്ടോ അഭ്യസിച്ചിട്ടോ ഒന്നും വരുന്നതല്ല. അത്തരം സ്വാഭാവികമായ ഈണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. സലഫുകളൊക്കെ ആ അർത്ഥത്തിലാണ് ഖുർആനിനെ ഈണത്തിൽ പാരായണം ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം പറയുന്നു അൽ വജ്ഹു സാനി, എന്നാൽ രണ്ടാമതൊരു രീതിയുണ്ട്. മാ കാന മിൻ ദാലിക സനാഅതൻ മിന സനാഇ വലൈസ ഫി ത്വബ്ഇ അസ്സമാഹതു ബിഹി ബൽ ലാ യഹ്സുലു ഇല്ലാ ബിതകല്ലുഫിൻ വതസന്നുഇൻ വതമറുനിൻ. എന്നാൽ കൃത്രിമമായി പാട്ടൊക്കെ പഠിക്കുന്നത് പോലെ അഭ്യസിച്ചുകൊണ്ടൊക്കെ ചില പ്രത്യേക ഈണങ്ങൾ പഠിച്ചിട്ട് ഖുർആൻ ഓതുക. ഏതുപോലെ? അദ്ദേഹം പറയാണ്, കമാ യുതഅല്ലമു അസ്വാതുൽ ഗിനാഇ ബി അൻവാഇൽ അൽഹാനിൽ ബസീത വൽ മുറക്കബ അലാ ഈഖാഅത്തിൻ മഖ്സൂസ وأوزان مخترعة لا تحصل إلا بالتعلم والتكلف فهذه هي التي كرهها السلف وعابوها وذموها ومنعوا القراءة بها. എന്നാൽ പാട്ട് പഠിക്കുന്നത് പോലെ, സംഗീതം പഠിക്കുന്നത് പോലെ അതിൻ്റേതായ പ്രത്യേക സ്വര താള ലയങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അത് സലഫുകൾ അതിനെ എതിർത്തിട്ടുണ്ട്. ആ നിലക്കുള്ള പാട്ടുകൾ പാടുന്ന രൂപത്തിൽ ഖുർആൻ ഓതാൻ പാടില്ല. അത് സംഗീതത്തിൻ്റെ ആളുകൾ ചെയ്യുന്ന ഏർപ്പാടാണ്. സലഫുകൾ അതിനെ എതിർത്തിട്ടുണ്ട്. അത് പാടില്ലാത്തതാണ്, എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പോൾ പിന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ ഈണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റേജിലും നമ്മുടെ നാടുകളിലുമൊക്കെ കാണുന്ന ആ ഒരു മ്യൂസിക്കിൻ്റെ അടിസ്ഥാനമാണ്, അതല്ലെങ്കിൽ അതിൻ്റെ തെളിവാക്കി ഖുർആനിൻ്റെ ഈണത്തെ പറയുക എന്നുള്ളത് വളരെ മോശമായ തെറ്റായ ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് മാന്യ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഫളായിലുൽ ഖുർആൻ എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു കാര്യം ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുകയാണ്, വൽ ഗറദു അന്നൽ മത്ലൂബ ശർഅൻ ഇന്നമാ ഹുവ തഹ്സീനു ബിസ്സൗതിൽ ബാഇസി അലാ തദബ്ബുരിൽ ഖുർആനി വതഫഹുമിഹി വൽ ഖുശൂഇ വൽ ഖുദൂഇ വൽ ഇൻഖിയാദി ലിത്ത്വാഅ. ഖുർആൻ ഈണത്തിൽ ഓതുക എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഭക്തിയും പേടിയും ഖുർആൻ മനസ്സിലാക്കി അതിനെ ഗ്രഹിച്ചുകൊണ്ടുള്ള ആ ഒരു പാരായണ രീതിക്കാണ് ഖുർആനിൻ്റെ ഈണത്തിലുള്ള പാരായണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഫഅമ്മൽ അസ്വാതു ബിൻ നഗമാത്തിൽ മുഹ്ദസത്തിൽ മുറക്കബത്തി അലൽ ഔസാനി വൽ ഔളാഇൽ മുൽഹിയത്തി വൽ ഖാനൂനിൽ മ്യൂസിഖായി. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറഞ്ഞത് വൽ ഖാനൂനിൽ മ്യൂസിഖായി, മ്യൂസിക്കിൻ്റെ ആളുകൾ പ്രത്യേകമായ ശബ്ദസ്വര താളലയങ്ങളോടുകൂടി മ്യൂസിക് ചെയ്യുന്നത് പോലെ, പാട്ട് പാടുന്നത് പോലെ ഒരിക്കലും ഖുർആൻ ഓതാൻ പാടില്ല. ഫൽ ഖുർആൻ യുനസ്സഹു അൻ ഹാദാ വയുജല്ലു വയുഅള്ളമു അൻ യുസ്ലക ഫീ അദാഇഹി ഹാദൽ മദ്ഹബു വഖദ് ജാഅത്തി സുന്നത്തു ബിസ്സജ്രി അൻ ദാലിക്. അദ്ദേഹം പറയുകയാണ്, നമ്മുടെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിനെ ആ നിലക്ക് മ്യൂസിക്കിൻ്റെ ഒരടിസ്ഥാനത്തിൽ പാരായണം ചെയ്യാൻ പാടില്ല. അതിനെ എതിർത്തുകൊണ്ട് സുന്നത്ത് ഹദീസുകൾ വന്നിട്ടുണ്ട്, അത് പാടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മ്യൂസിക്കിൻ്റെ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ പോലും പാടില്ല. വാദ്യോപകരണങ്ങളുടെ അകമ്പടി പോകട്ടെ, സാധാരണ നിലക്ക് പാട്ട് പാടുന്നത് പോലെ ഖുർആൻ ഓതാൻ പാടില്ല. അത് ഖുർആനിനോടുള്ള അനാദരവാണ്. എന്നിരിക്കെ പരിശുദ്ധ ഖുർആൻ ഈണത്തിൽ പാരായണം ചെയ്യുന്നതും അങ്ങനെ ഈണമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സംഗീതത്തെ നമ്മുടെ നാട്ടിലെ വ്യാവഹാരിക തലത്തിലുള്ള മ്യൂസിക്കിനും പാട്ടിനും തെളിവാക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ഖുർആനിനോടുള്ള അദബുകേടാണ് എന്നാണ് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ലാ യജൂസു ലിൽ മുഅ്മിനി അൻ യഖറഅൽ ഖുർആന ബി അൽഹാനിൽ ഗിനാഇ വ തരീഖത്തിൽ മുഗന്നീൻ. പാട്ടുപാടുന്ന ആളുകളുടെ അവരെ അനുകരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഒരിക്കലും
പാരായണം ചെയ്യാൻ പാടില്ല. മറിച്ചു ബൽ യജ്ബു അൻ യഖറഹു കമാ ഖറഅഹു സലഫുന സ്വാലിഹ് മിൻ അസ്ഹാബിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അത്ബാഇഹിം ബിഇഹ്സാനിൻ. നബിയുടെ സ്വഹാബികളും താബിഈങ്ങളും ഓതിയതുപോലെ ഈണത്തിലും ഭയഭക്തി ഉണ്ടാകുന്ന രൂപത്തിലുമുള്ള ഖുശൂഅോടുകൂടിയുള്ള പാരായണമാണ്. അപ്പോൾ അതും മ്യൂസിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈണത്തിൽ കവിത ചൊല്ലുന്നതിനെ ഇസ്ലാം ഒരിക്കലും എതിർത്തിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ചൊല്ലിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാത്രയിലും മറ്റുമൊക്കെ ഒട്ടകത്തെ തെളിക്കാൻ വേണ്ടി അത്തരം സന്ദർഭത്തിൽ പാട്ടുപാടുന്ന ആളുണ്ടായിരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാനലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാദിൻ യുഖാലു ലഹു അൻജശ വകാന ഹസന സൗതി ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുവൈദക യാ അൻജശ ലാ തക്സിരിൽ ഖവാരീർ. അൻജശ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സഹാബി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നല്ല ശബ്ദത്തിൽ ഒട്ടകത്തെ തെളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പാട്ട് പാടാറുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പലപ്പോഴും പറയാറുണ്ട്, പതുക്കെ പാടൂ, സ്ത്രീകളുടെ മനസ്സിനെ താങ്കളുടെ പാട്ട് സ്വാധീനിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സമാനമായ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു ബാബ് തന്നെ തൻ്റെ സ്വഹീഹിൽ നൽകിയതെന്താണ്? ബാബു മാ യജൂസു മിനശ് ശിഅരി വർ-റജ്സി വൽ-ഹുദാ. ഷിഅർ കവിത, അതേപോലെ തന്നെ റജസ് എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജർ അൽ-അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് വ അമ്മ റജസു വഹുവ നൗഉൻ മിനശ് ശിഅർ. കവിതയുടെ ഒരു ഇനത്തിൽപ്പെട്ടത് തന്നെയാണ് അർ-റജസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അൽ-ഹുദാ എന്ന് പറഞ്ഞാൽ സൗഖുൽ ഇബ്ലി ബിദർബിൻ മഖ്സൂസിൻ മിനൽ ഗിനാഇ. ഒരു പ്രത്യേകതരം ഈണത്തിലുള്ള പാട്ടാണത്. അത് ഒട്ടകത്തെ തെളിക്കാനും മറ്റുമൊക്കെ പാടുന്നതാണ് ഹുദാ. അതേപോലെ തന്നെ റജ്സ്, ഷിഅർ, ഇതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് ഈ ബാബിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു ഹജർ അൽ-അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നത്. അത്തരം കവിതകളെ സലഫുകൾ എതിർത്തിട്ടില്ല, സ്വഹാബികൾ എതിർത്തിട്ടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം തന്നെയില്ല. മഹാനായ ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി അത്തംഹീദ് എന്ന അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുവത്തയുടെ ഷറഹിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് വഹാദൽ ബാബു മിനൽ ഗിനാഇ ഖദ് അജാസഹുൽ ഉലമാഉ വവറദത്തിൽ ആസാറു അനിസ് സലഫി ബിഇജാസതിഹി. ഈ രൂപത്തിലുള്ള കവിതകൾ, ഈ രൂപത്തിലുള്ള പാട്ട് നോക്കൂ നിങ്ങൾ, മിനൽ ഗിനാ, പാട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പണ്ഡിതന്മാർ അനുവാദം നൽകിയിട്ടുള്ളതാണ്. സലഫുകളിൽ നിന്ന് അതിൻ്റെ അനുവാദം വന്നിട്ടുണ്ട്. അതിന് ഗിനാ ഉർ റക്ബാൻ വ ഗിനാ ഉൻ നസബ് വ അൽ ഹുദാ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഹുദാഇൻ്റെ പാട്ട്, അതേപോലെ തന്നെ നസുബിൻ്റെ, ഇതൊക്കെ ഒട്ടകത്തെ തെളിക്കുമ്പോൾ അല്ലെങ്കിൽ യാത്ര പോകുമ്പോഴൊക്കെ പാടുന്ന പാട്ടുകളാണ്. ലാ ഖിലാഫ ഫീ ജവാസിഹാ ബൈനൽ ഉലമാ. പണ്ഡിതന്മാർക്കിടയിൽ അത് അനുവദനീയമാണ് എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഈണത്തിലുള്ള കവിതകളെ ഇസ്ലാം എതിർത്തിട്ടില്ല. അത് അനുവദനീയമാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പോലുമില്ല. എന്നാൽ അദ്ദേഹം പറയുന്നു, അഭിപ്രായം വ്യത്യാസമില്ലാത്തത് അതാണെങ്കിൽ പണ്ഡിതന്മാർ നിഷിദ്ധമാക്കിയത് ഏതാണ്? ശ്രദ്ധിക്കൂ. വഅമ്മൽ ഗിനാഉ അല്ലദീ കരിഹഹുൽ ഉലമാഉ ഫഹാദൽ ഗിനാഉ ബിതഖ്തീഇ ഹുറൂഫിൽ ഹിജാഇ വഇഫ്സാദി വസ്നി അശ്ശിഅരി വത്തംതീത് ബിഹി തലബൻ ലില്ലഹ്വി വത്തറബി വഖുറൂജൻ അൻ മദാഹിബിൽ അറബി വദ്ദലീലു അലാ സിഹ്ഹതി മാ ദക്കർനാ അന്ന അല്ലദീന അജാസു മാ വസഫ്നാ മിനൻ നസ്ബി വൽ ഹിദാ വഹും കരിഹു ഹാദൻ നൗഅ മിനൽ ഗിനാഇ വലൈസ മിൻഹും യഅതി ഷൈഅൻ വഹുവ യൻഹാ അൻഹു. അദ്ദേഹം പറയുകയാണ്, എന്നാൽ പണ്ഡിതന്മാർ ചില പ്രത്യേക രൂപത്തിൽ ഹർഫുകളെ എല്ലാം മാറ്റിമറിച്ച്, നമുക്കറിയാം പാട്ടിൻ്റെതായ ചില സ്വരങ്ങൾ, താളങ്ങൾ, ലയങ്ങൾ, ആ രൂപത്തിലുള്ള, അത് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലെങ്കിൽ പോലും അമിതമായ സംഗീതാത്മകമായ പാട്ടുകൾ, അതിനെയാണ് സലഫുകൾ എതിർത്തിട്ടുള്ളത്. കാരണം നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഗിനാഇനെ, പാട്ടിനെ അംഗീകരിച്ചവർ, അവരാണ് ഇതിനെ എതിർത്തിട്ടുള്ളത്. അപ്പോൾ എതിർത്ത പാട്ട് വേറെ, അംഗീകരിച്ച പാട്ട് വേറെ. കാരണം അവരാരും തന്നെ ഒരു കാര്യം എതിർത്തിട്ട് അത് ചെയ്യുന്ന ആളുകളായിരുന്നില്ല. സ്വഹാബികളോ താബീങ്ങളോ തബൗ താബീങ്ങളോ പാട്ട് പാടില്ല എന്നൊരു സ്ഥലത്ത് പറയുന്നു, എന്നാൽ അവർ പാട്ട് പാടിയതായി തെളിവും കാണുന്നു. അപ്പോൾ അവർ പാടില്ല എന്ന് പറഞ്ഞത് ചെയ്യുന്നവരാണോ അവർ? അല്ല. അദ്ദേഹം പറയുകയാണ്, പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് സംഗീതാത്മകമായ, കൂടുതൽ ആ നിലക്ക് പോകുന്ന കവിതയുടെയും അറബികളുടെ ശൈലിയുടെയും ആ ഒരു പരിധി വിട്ടു പോകുന്ന രൂപത്തിലുള്ള പാട്ടുകൾ അവർ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ സന്ദർഭത്തിൽ അതല്ലാത്ത രൂപത്തിലുള്ള കവിതകൾ വിരോധമില്ലാത്തതാണ്. ഉദാഹരണത്തിന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ വെച്ച് പെരുന്നാൾ ദിവസം 2 പെൺകുട്ടികൾ പാട്ടുപാടിയത്
ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീൽ ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്താണ് പറയുന്നത്? ജാരിയത്താനി മിൻ ജവാരിൽ അൻസാരി തുഗന്നിയാൻ, അൻസാറുകളിൽപ്പെട്ട 2 ചെറിയ പ്രായപൂർത്തിയെത്താത്ത പെൺകുട്ടികൾ പാട്ടുപാടുകയായിരുന്നു. എന്നിട്ട് ഉടനെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന എന്താണ്? വലൈസത്താ ബിമുഗന്നിയതൈൻ, എന്നാൽ അവർ പാട്ടുപാടുന്ന സ്ത്രീകളായിരുന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? പാട്ടുപാടിയിട്ടുണ്ടെങ്കിൽ പാട്ടുപാടുന്നവർ എന്ന് പറഞ്ഞൂടെ? ഇല്ല. കാരണം അതെന്തുകൊണ്ടെന്നാൽ അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ വ്യക്തമാക്കിയത് ഇവിടെ പാട്ട് എന്ന് പറയുമ്പോൾ സാധാരണ നിലക്ക് നാട്ടിൽ നടക്കുന്ന ആ പാട്ടാണ് എന്ന് വിചാരിക്കരുത്. അങ്ങനെ പാട്ടുപാടുന്ന സ്ത്രീകളുമല്ല അവർ, മറിച്ച് ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള പാട്ടാണ് അവർ അവിടെ പാടിക്കൊണ്ടിരുന്നത്. എന്നാൽ അതറിയാതെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മിസ്മാറു ശൈത്താൻ എന്ന് അദ്ദേഹം കയറി വന്നപ്പോൾ തന്നെ പറയാനുള്ള കാരണം ഇത് സാധാരണ നിലക്ക് അവിടെ ഉള്ള അള്ളാഹുവിൻ്റെ റസൂൽ വിമർശിച്ച പാട്ടാണ് എന്ന് പ്രഥമ ദൃഷ്ടിയ അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ടാണ്. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും എന്താണ്? ഇന്ന് പെരുന്നാളല്ലേ, അതുകൊണ്ടായിക്കോട്ടെ എന്നാണ്. എല്ലാ സന്ദർഭത്തിലേക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിലുള്ളത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ വെച്ച് നടന്ന ഈ ഒരു സംഭവത്തെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഗിറ്റാറും ഹാർമോണിയവും തബലയും എല്ലാം വെച്ചുകൊണ്ടുള്ള പാട്ടിൻ്റെ രീതിക്ക് തെളിവാക്കുന്നത് മഹാനായ ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു, വസ്തദല്ല ജമാഅത്തുൻ മിന സൂഫിയ്യത്തി ബിഹദീസിൽ ബാബി അലാ ഇബാഹത്തിൽ ഗിനാഇ വസമാഇഹി ബിആലത്തിൻ വബിഗൈരി ആലത്തിൻ. സൂഫിയാക്കളിൽപ്പെട്ട ആളുകളാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് നടന്ന സംഭവം ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ടിനും ഇനി ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ തന്നെയുള്ള മറ്റു മോശമായ പാട്ടുകൾക്കും അവർ തെളിവാക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വയക്ഫി ഫി റദ്ദി ദാലിക തസ്രീഹു ആയിഷ ഫിൽ ഹദീസ് അല്ലദീ ഫിൽ ബാബി ബഅദഹു ബിഖൗലിഹാ വലൈസതാ ബിമുഗന്നിയതൈൻ ഫനഫത് അൻഹുമാ മിൻ ത്വരീഖിൽ മഅന മാ അസ്ബതഹു ലഹുമാ ബില്ലഫ്ദ് ലിഅന്ന الغناء يطلق على رفع الصوت وعلى الترنم الذي تسميه العرب النسب. ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായി പറയുകയാണ്, അവർക്കുള്ള മറുപടി ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്ന് തന്നെ നൽകിയിട്ടുണ്ട്. കാരണം അവർ പാട്ടുകാരികളായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയാനുള്ള കാരണം ഗിനാ സാധാരണ നിലക്ക് ഈണത്തിൽ പാടുന്നതിനും ഗിനാ എന്ന് പറയും. എന്നാൽ സാധാരണ അവിടെ വിലക്കപ്പെട്ട ഗിനാ ഇതുമായിട്ട് ബന്ധമില്ല എന്ന് വ്യക്തമാക്കാനാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി അത് കൊണ്ടുവരുന്നുണ്ട്. അവിടെയും വ്യക്തമാക്കുന്ന കാര്യം ഇതാണ്, നാട്ടുനടപ്പനുസരിച്ചുള്ള പാട്ടായിരുന്നില്ല അത് എന്നും ഇസ്ലാം അനുവദിച്ച നിർദോഷകരമായ പാട്ട് മാത്രമായിരുന്നു. അഥവാ ദഫ് ചെറിയ പെൺകുട്ടികൾക്ക് ഇതേപോലെയുള്ള സാഹചര്യങ്ങളിൽ ദഫ് മുട്ടി പാടാൻ ഇസ്ലാം അനുവദിച്ചിരിക്കുന്നു. ആ നിലക്കുള്ള ഇസ്ലാം അനുവദിച്ച ഒരവസ്ഥയല്ലാതെ മറ്റു ഉപകരണങ്ങളോട് കൂടിയുള്ള ഒരു പാട്ടേ ആയിരുന്നില്ല എന്ന് ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഇസ്ലാം അനുവദിച്ച ഈണങ്ങളുണ്ട്, കവിതകളുണ്ട്. എന്നാൽ അനുവദിക്കാത്തത് വാദ്യോപകരണങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഹറാമുകൾ ഉണ്ടാവാൻ പാടില്ല. എന്താണ് ഹറാമുകൾ ഉണ്ടാവാത്ത കവിത ആവാമെന്നതിൻ്റെ തെളിവെന്താണ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. ഒരു കല്യാണ വീട്ടിൽ വെച്ച് പെൺകുട്ടികൾ പാട്ടുപാടി. അതിലുള്ള ഒരു വരി ഇതായിരുന്നു, വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെയുടെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു നബി ഞങ്ങൾക്കിടയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ലാ തഖൂലി ഹാകദാ വഖൂലി മാ കുൻതി തഖൂലീൻ, ഇങ്ങനെ പറയരുത്, നേരത്തെ പറഞ്ഞതൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പാട്ടിൽ അല്ലെങ്കിൽ ആ കവിതയിൽ ഹറാമായ പാടില്ലാത്തൊരു കാര്യം വന്നപ്പോൾ റസൂലുള്ള പറഞ്ഞു അത് പാടില്ല എന്നാണ്. ഇതാണ് ഉലമാക്കൾക്കുള്ള തെളിവ്. എന്താണ്? ഹറാമായ കണ്ടന്റുകൾ ഇല്ലെങ്കിൽ നമുക്ക് കവിത ചൊല്ലാം, വലിയ സംഗീതാത്മകമല്ലാത്ത രൂപത്തിലുള്ള പാട്ടുകൾ പാടാം, മറ്റുള്ളവർക്ക് ഫിത്നയാവാത്ത രൂപത്തിലുള്ള പാട്ടുകൾ പാടാം, ഖുർആൻ ഈണത്തിലോതാം. പക്ഷെ അതൊന്നും തന്നെ ഇന്ന് കാണപ്പെടുന്ന സംഗീതത്തിനോ മ്യൂസിക്കിനോ ഒക്കെ തെളിവാക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയായ രീതിയല്ല. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, സലമത്ത് ബിനുൽ അക്വ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഖൈബറിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് ചില സ്വഹാബികൾ പറഞ്ഞു, താങ്കൾക്കറിയാവുന്ന ചില കവിതകൾ, പാട്ടുകൾ ഞങ്ങൾക്ക് പാടിത്തരണം. അപ്പോഴാണ് അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ എന്നുള്ള വിഖ്യാതമായ ആ കവിത അദ്ദേഹം ചൊല്ലുന്നത്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കാണ്, മൻ ഹാദ സായിഖ്, ഈ ഒട്ടകത്തെ നയിച്ചുകൊണ്ട് ഈ പാട്ട് പാടുന്ന ആൾ ആരാണ്? അവർ പറഞ്ഞു, ആമിർ ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹുവാണ്. അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? യർഹമുഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തോട് കരുണ കാണിക്കട്ടെ എന്നാണ്.
അവിടെ പാട്ടാണ് പാടുന്നത് ലഅനത്തുണ്ടാവട്ടെ എന്നല്ല പറഞ്ഞത്, മറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാകട്ടെ. ആ രൂപത്തിലുള്ള നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കവിത, അതിന് യാതൊരു വിരോധവുമില്ല എന്ന് ഈ സംഭവങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ പിന്നെ പാടില്ലാത്തതെന്താണ്? ഹറാമായ കണ്ടന്റുകൾ ഉണ്ടാവാൻ പാടില്ല, വാദ്യോപകരണങ്ങളും ഉണ്ടാവാൻ പാടില്ല. എന്താണ് ആ പറഞ്ഞതിനുള്ള തെളിവ്? നിങ്ങൾ നോക്കൂ, ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ കഫുർ റിയാ അൻ മുഹറമാത്തിൽ ലഹ്വി വസ്സിമാ എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഔത്താറിനെക്കുറിച്ചും മആസിഫിനെക്കുറിച്ചും പറയാണ്. അഥവാ ഗിറ്റാറിൻ്റെ വ്യത്യസ്ത സ്ട്രിങ് ഉപയോഗിച്ചുകൊണ്ടുള്ള മ്യൂസിക് ഉപകരണങ്ങൾ, മറ്റു വാദ്യോപകരണങ്ങൾ. അദ്ദേഹം പറയുകയാണ്, കത്തുംബൂർ വൽ ഊദ് വസ്സഞ്ച് ഐദിൽ ഔതാരി വൽ റബാബി വൽ ജംഗി വൽ കമൻജ വസ്സിൻതീരി വദ്ദിരീജു, ഇതൊക്കെ വ്യത്യസ്ത തരം അക്കാലഘട്ടത്തിൽ കാണപ്പെട്ടിട്ടുള്ള വാദ്യോപകരണങ്ങളാണ്. വഗൈരി ദാലിക മിനൽ ആലാത്തിൽ മഷ്ഹൂറത്തി ഇൻദ അഹ്ലിൽ ലഹ്വി വസ്സഫാഹത്തി വൽ ഫുസൂഖ്, അധർമ്മകാരികളും തോന്നിവാസികളുമായ ആളുകൾ അവരുടെ പാട്ട് കച്ചേരിയിൽ ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള മുഴുവൻ ഇൻസ്ട്രുമെൻസും വഹാദിഹി കുല്ലുഹാ മുഹറമത്തുൻ ബിലാ ഖിലാഫിൻ, അത് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, അത് മുഹറമത്താണ് എന്ന് പറഞ്ഞാൽ മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഈ ഉപകരണങ്ങൾ ഹറാമാണ് എന്ന വിഷയത്തിൽ. വമൻ ഹക്കാ ഫീഹി ഖിലാഫൻ ഫഖദ് ഗലിത ഔ ഗലബ അലൈഹി ഹവാ, അതിൽ ഖിലാഫുണ്ട്, അഥവാ വാദ്യോപകരണങ്ങളുടെ വിഷയത്തിൽ ഖിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ അവന് തെറ്റുപറ്റിയിരിക്കുന്നു. ഔ ഗലബ അലൈഹി ഹവ, അവൻ്റെ ദേഹേച്ഛ അവനെ അതിജയിച്ചിരിക്കുന്നു. ഹത്താ അസമ്മഹു വഅഅമാ വമനഅഹു ഹുദാ വസല്ല ബിഹി അൻ സുനനി തഖ്വാ, അത്തരം ആളുകളുടെ ദേഹേച്ഛ അവരെ അന്ധരാക്കിയിരിക്കുന്നു, അവരെ ബധിരരാക്കിയിരിക്കുന്നു, ഹിദായത്തിൽ നിന്ന് അവരെ തടഞ്ഞിരിക്കുന്നു, അവർ തഖ്വയുടെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയും ചെയ്തിരിക്കുന്നു. വമിമ്മൻ ഹക്കൽ ഇജ്മാ അലാ തഹ്രീമി ദാലിക കുല്ലിഹി അൽ ഇമാം അബുൽ അബ്ബാസ് അൽ ഖുർതുബി വഹുവ സിഖത്തുൽ അദ്ൽ, അതിൽ ഇജ്മാ ഉദ്ധരിച്ച പണ്ഡിതന്മാരിൽ സിഖത്തും അദ്ലുമായൊരു പണ്ഡിതനാണ് ഇമാം ഖുർതുബി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്നത്, അമ്മൽ മസാമീർ വൽ കൂബ ഫലാ യുഖ്തലഫു ഫീ തഹ്രീമി സിമാഇഹാ വലം അസ്മഅ അൻ അഹദിൻ മിമ്മൻ യുഅ്തബറു ഖൗലുഹു മിനസ് സലഫ് വഅഇമ്മത്തുൽ ഖലഫ് മൻ യുബീഹു ദാലിക്. എന്താ ഇമാം ഖുർതുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്? വാദ്യോപകരണങ്ങൾ, മിസ്മാർ, അതേപോലെ തന്നെ ചെണ്ടകൾ, തബലകൾ, ഇതെല്ലാം തന്നെ ഹറാമാണ് എന്ന വിഷയത്തിൽ പ്രാമാണികരായ അംഗീകരിക്കാൻ പറ്റുന്ന ഒരൊറ്റ പണ്ഡിതനും അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും പാടില്ല എന്നാണ് പറഞ്ഞത്. സലഫുകളിലും ഖലഫുകളിലും പെട്ട പ്രാമാണികരൊക്കെ തന്നെ വാദ്യോപകരണങ്ങൾ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് കള്ളുകുടിയന്മാരുടെയും അധർമ്മത്തിൻ്റെയും തോന്നിവാസങ്ങളുടെയും എല്ലാം ആളുകൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അതൊക്കെ. അതൊന്നും മുസ്ലിമീങ്ങൾക്ക് പാടില്ല എന്നുള്ള വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്നാണ് ഈ മഹാപണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതേ സന്ദർഭത്തിൽ ഇതൊന്നും ഇല്ലാത്തതാണെങ്കിലോ, ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹു സുന്നയിൽ രേഖപ്പെടുത്തുന്നത്, ഫഅമ്മ ഇസ്തിമാഉൽ ഹുദാ വനശീദിൽ അറാബ് ഫലാ ബഅസ ബിഹി വസമിഅ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹുദാ വറജ്സ വഖാല ലിബ്നി റവാഹ ഹർരിക് ബിൽ ഖൗം. എന്നാൽ ഇതൊന്നുമില്ലാത്ത കവിതകളോ ഒട്ടകത്തെ തെളിക്കുമ്പോൾ പാടുന്ന പാട്ട് രൂപത്തിലുള്ളതോ അത് കുഴപ്പമില്ല, റസൂൽ കേട്ടിട്ടുണ്ട്, അങ്ങനെയുള്ളവരോട് പാടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്വഹാബികളും താബീങ്ങളുമൊക്കെ ആ രൂപത്തിൽ ചൊല്ലിയ കവിതകൾക്ക് ധാരാളം തെളിവുകൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ്, എന്നാൽ വത്തഫഖു അലാ തഹ്രീമിൽ മസാമീരി വൽ മലാഹി വൽ മആസിഫ്, എന്നാൽ അവരെല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞിട്ടുണ്ട് വാദ്യോപകരണങ്ങൾ, വീണ രൂപത്തിലുള്ള, മിസ്മാർ എന്ന് പറയുമ്പോൾ വീണ രൂപത്തിൽ ശബ്ദമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഉപകരണങ്ങളാണ്, അതേപോലെയുള്ള മആസിഫുകളും മലാഹികളുമെല്ലാം തന്നെ ഹറാമാണ് എന്ന വിഷയത്തിൽ ഇവർക്കെല്ലാം അഭിപ്രായ ഐക്യമുണ്ട് താനും. അതുകൊണ്ടാണ് മിസ്മാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ سمع ابن عمر مزمارا فوضع إصبعيه في أذنيه ونأى عن الطريق وقال كنت مع النبي صلى الله عليه وسلم فسمع مثل هذا وصنع مثل هذا. ഒരു മിസ്മാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ കാതിൽ വിരൽ വെച്ചുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരു വഴിയിലൂടെ പോയി എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂലും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വാദ്യോപകരണങ്ങൾ ഹറാമാണ് എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട് പണ്ഡിതന്മാർക്കിടയിൽ, പ്രാമാണികരായ പണ്ഡിതന്മാർക്കിടയിൽ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ, മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്കിടയിൽ.
വാദ്യോപകരണങ്ങൾ ഹറാമാണ് എന്നതിൽ ഇജ്മാ ഉണ്ട്. എന്നാൽ വാദ്യോപകരണങ്ങളില്ലാത്തതും ഹറാം കലരാത്തതുമായ ഏതു പാട്ടുകളും ഈണങ്ങളും കവിതകളും അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇബ്നു ഖുദാമ അൽ മഖ്ദിസി അദ്ദേഹത്തിൻ്റെ മുഗ്നിയിൽ രേഖപ്പെടുത്തുന്നത് വഅമ്മ ആലത്തുൽ ലഹ്വി കത്തുംബൂരി വൽ മിസ്മാർ വശബ്ബാബ വലന അന്നഹു ആലത്തുൽ ലിൽ മഅസിയത്തി ബിൽ ഇജ്മാ. അദ്ദേഹം പറയുകയാണ്, ഇതേപോലെയുള്ള മിസ്മാറുകളും തമ്പുരുകളുമെല്ലാം തന്നെ അത് മഅസിയത്തിൻ്റെ ഉപകരണങ്ങളാണ് എന്ന വിഷയം ഇജ്മാ ഉണ്ട്. അത്തരം ഇജ്മാ രേഖപ്പെടുത്തിയ ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഇബ്നു ജരീർ ത്വബരി, അബൂബക്കർ അൽ ആജൂരി, അബു തയ്യിബ് ത്വബരി അശ്ശാഫിഈ, അതേപോലെ തന്നെ അബൂ അംർ ബിൻ സ്വലാഹ് വഗൈറുഹും, ഇവരെല്ലാം തന്നെ ഇജ്മാ രേഖപ്പെടുത്തിയവരാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രാമാണികരായ പണ്ഡിതന്മാരെല്ലാം വാദ്യോപകരണങ്ങളുടെ കാര്യത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ദഫ്, അത് തന്നെ ചിലങ്കകളില്ലാത്ത ദഫ്, പെരുന്നാൾ ദിവസങ്ങളിലോ വിവാഹ ദിവസങ്ങളിലോ മറ്റു സന്തോഷവേളകളിലോ ഉപയോഗിക്കാം. അതിന് തെളിവുകളുണ്ട്. എന്നാൽ അതല്ലാത്ത മുഴുവൻ വാദ്യോപകരണങ്ങളും ഹറാമാണ് എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഈണങ്ങൾ, കവിതകൾ, അതിന് യാതൊരു വിരോധവുമില്ല. എങ്കിൽ പിന്നെ ഈ തർക്കം നമുക്ക് അവസാനിപ്പിക്കാം. കാരണം മആസിഫ് പാടില്ല എന്ന് വളരെ വ്യക്തമായി നബിയിൽ നിന്നുള്ള ഹദീസുകൾ നമ്മൾ ഉദ്ധരിച്ചു കഴിഞ്ഞു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു മാജ, അതേപോലെ തന്നെ ഇബ്നു ഹിബ്ബാൻ, ഇമാം ബൈഹഖി തുടങ്ങിയ മുഹദ്ദിസീങ്ങളെല്ലാം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസുകളിൽ വാദ്യോപകരണങ്ങൾ പാടില്ല, അത് ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിൽ ഇജ്മാ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ ഈ പണ്ഡിതന്മാർക്കൊക്കെ ഗിനായിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കൂ. പർവ്വത സമാനരായ ഈ പണ്ഡിതന്മാർ, അവരുടെ ഇൽമൊക്കെ അറിയണമെങ്കിൽ അവരുടെ കിതാബുകൾ നമ്മൾ കാണണം. അത്രയും ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിഷയങ്ങളിലെല്ലാം അറിവുള്ള ആ ആളുകൾക്ക് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൽ സംഗീതം, ആ ഒരു ഈണത്തിൽ സംഗീതമില്ല എന്നറിയാത്തത് കൊണ്ടാണോ? കവിത ചൊല്ലുമ്പോൾ അതിൽ ഈണമില്ല എന്നറിയാത്തത് കൊണ്ടാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കൂ. ഈ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ, ഷാരിഹീങ്ങൾ, ഫുഖഹാക്കൾ, മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ, ഇവർക്കൊക്കെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈണമുണ്ടാവുന്നില്ല എന്നുള്ളത് തിരിയാഞ്ഞിട്ടാണോ? കവിത ചൊല്ലുമ്പോൾ ഈണമുണ്ടാവുന്നില്ല എന്നുള്ളത് തിരിയാഞ്ഞിട്ടാണോ? പക്ഷേ ആ ഈണമൊന്നും തന്നെ തബല വായിക്കാൻ തെളിവല്ല, ഹാർമോണിയം വായിക്കാൻ തെളിവല്ല, ഗിറ്റാർ വായിക്കാൻ തെളിവല്ല. ആണെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഈ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് പാരായണം ചെയ്യാമെന്ന് വാദിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഈ വിഷയത്തിൻ്റെ മർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കിയേ മതിയാകൂ. ഇവിടെ സംഗീതം പാടില്ല, പാട്ട് പാടില്ല എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ സംഗീതം, പാട്ട്, മ്യൂസിക് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന പാട്ടിന് ഇന്നാൾ മ്യൂസിക് നൽകിയത് എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ ഈണത്തിൻ്റെ കൂടെ എവിടെയാണ് ഓടക്കുഴൽ വായിക്കേണ്ടത്, എവിടെയാണ് തബല വായിക്കേണ്ടത്, എപ്പോൾ ഹാർമോണിയം വായിക്കണം തുടങ്ങിയിട്ടുള്ള ആ ഒരു ഡയറക്ഷൻ, ആ ഒരു മേഖലക്കാണ് സാധാരണ നമ്മൾ മ്യൂസിക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മ്യൂസിക്കുള്ള പാട്ട്, മ്യൂസിക്കില്ലാത്ത പാട്ട് എന്ന് വ്യാവഹാരിക തലത്തിൽ നമ്മൾ പറയുന്നത്. ഏത് പാട്ടിലും സംഗീതം ഉണ്ടായിരിക്കെ മ്യൂസിക് ഇല്ലാത്ത പാട്ട് എന്ന് പറയുന്നത് ഒരു നിരർത്ഥകമായ വാക്കാണ് എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് വാദിച്ചേക്കാം. പക്ഷേ സാധാരണ നിലക്ക് ഉപയോഗിക്കപ്പെടുന്നത് അതെന്താണ്? ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടുള്ള പാട്ടുകൾക്കാണ് നമ്മൾ സാധാരണ നിലക്ക് സംഗീതം, മ്യൂസിക് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് വ്യാവഹാരിക തലത്തിൽ ഈ നിലക്കുള്ള ഹറാമുകൾ കലർന്നതാണ് സംഗീതവും അതേപോലെ തന്നെ പാട്ടുകൾ എന്നതുകൊണ്ടാണ് പാട്ട് നിഷിദ്ധമാണ്, സംഗീതം നിഷിദ്ധമാണ് എന്ന് പറയുന്നത്. അല്ലാതെ ഖുർആൻ ഈണത്തിൽ ഓതാൻ പാടില്ല എന്നോ കവിതകൾ ഈണത്തിൽ ചൊല്ലാൻ പാടില്ല ഇസ്ലാമിലെന്നോ അതുകൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ, നമുക്ക് പാട്ടുപാടാം, നമുക്ക് കവിതകൾ ചൊല്ലാം, ഖുർആൻ ഈണത്തിൽ പാരായണം ചെയ്യാം. പക്ഷേ വാദ്യോപകരണങ്ങൾ പാടില്ല, ഹറാമായ കണ്ടൻറ്റുകൾ പാടില്ല, സ്ത്രീ പുരുഷനോ പുരുഷന് സ്ത്രീക്കോ ഫിത്നയാവാൻ പാടില്ല. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ അതേപോലെ തന്നെ അധർമ്മത്തിൻ്റെ ആളുകളുടെ രീതി, അവർ പാട്ടുപാടുന്ന, കച്ചേരി നടത്തുന്ന, സംഗീതം ആലപിക്കുന്ന രീതി നമുക്ക് പാടില്ല. അങ്ങനെ പാടിയപ്പോഴാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു വ്യക്തിയെ, അവൻ ശൈത്താനാണ്, അവനെ പുറത്താക്കണം, ഇസ്ലാം അനുവദിച്ച പരിധി അയാൾ വിട്ടിരിക്കുന്നുവെന്ന് മ്യൂസിക്കിൻ്റെ ഉപകരണങ്ങളില്ലാതെ പാടിയ ആളെക്കുറിച്ച് പോലും ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് അവൻ പിശാചാണ്, ശൈത്താനാണ്, അവനെ പുറത്താക്കണം എന്നാണ്. അപ്പോൾ മറ്റുള്ള ആളുകൾ അനുകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല. ഇതൊന്നുമില്ലാത്ത രൂപത്തിലുള്ള നിർദോഷകരമായ ഈണങ്ങളും കവിതകളും പാട്ടുകളും നമുക്ക് അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇസ്ലാം ഒരു നിലക്കും ആളുകളുടെ മനസ്സിനെ മരുഭൂമിയാക്കുന്നില്ല, ജനങ്ങളുടെ ജീവിതത്തെ മരുഭൂമിയാക്കുന്നില്ല. ആ നിലക്കുള്ള ആസ്വാദനങ്ങളൊക്കെ നമുക്കാവാം, പരിധി വിടരുത് എന്ന് മാത്രം, അള്ളാഹുവിനെ മറക്കുന്നൊരവസ്ഥ ഉണ്ടാവരുതെന്ന് മാത്രം. അതേപോലെ തന്നെ നിഷിദ്ധമാക്കപ്പെട്ട വാദ്യോപകരണങ്ങൾ ഉണ്ടാവരുത്, ഹറാമായ കണ്ടൻറ് ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെ തർക്കം നമുക്കിതിലൂടെ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യും.